ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാം. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2-3 കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ കറിയാണല്ലോ, വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ 4 ചുവന്നുള്ളി കൂടെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട, ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട്, കറി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇളം ചൂടോടുകൂടിയ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. ഈ ഒരു കറി ഇനി നമ്മൾ തിളപ്പിച്ചെടുക്കരുത്. ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സിമ്പിളാണല്ലോ. ഇതിൻ്റെ കൂടെ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ലഞ്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്